ഹലോ, ഇന്നലെ ദശമിയാണല്ലോ. അപ്പോൾ ദശമി നമുക്കൊരു ഒഴിവ് കിട്ടി. അപ്പോൾ ഒഴിവ് കിട്ടിയത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ട് മഞ്ചേരി തിരുവാലി വരെ പോയി. അതായത് വിനിത മിസ്സിൻ്റെ വീട് വരെ പോയിട്ടോ. ശേഷമുള്ള കാഴ്ചകൾ നിങ്ങൾ എന്നോടൊപ്പം കൂടിക്കോളൂ. വിനിതയുടെ വീട്ടിലാണ് കേട്ടോ. ശ്രീനിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ശ്രീനിക്കും അമ്മയ്ക്കൊക്കെ നല്ല സന്തോഷമായി. അമ്മ ഞങ്ങളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. പക്ഷെ അവരെ രണ്ടുപേരുടെ ഇടയിൽ എനിക്കൊരു സ്ഥാനം, ചങ്കും ചങ്കും അത് അവിടെ കഴിഞ്ഞിട്ട് ചങ്ക്. ശേഷം കിട്ടിയ ഫ്രൂട്ട്സിൻ്റെ ഒരു ഭാഗം ഞാൻ തന്നെ കഴിച്ച് തീർത്തു കേട്ടോ. എല്ലാം എൻ്റെ കയ്യിലായിരുന്നു വെച്ചിരുന്നത്. ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തേക്ക് അങ്ങ് ഇറങ്ങി കേട്ടോ. നല്ല വെയിലാണ്. ഞാൻ കണ്ടോ തലയിലൊക്കെ തട്ടിട്ടിട്ട് നടക്കണേ. വെയിലടിച്ചിട്ട് കണ്ണുപോലും കാണുന്നുണ്ടായില്ല. അപ്പോൾ കൂടെ ഉള്ളവർക്ക് വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. ഇവരെ വിചാരം ഇവർ വല്ല UK-ലോ US-ലോ അങ്ങാണ്, തണുപ്പുള്ള സ്ഥലത്താണെന്നാണ് വിചാരം. എൻ്റർടൈൻമെൻറ്റിലാണ്. തൊട്ടാവാടി ഇല വാടാതെ എടുക്കാനുള്ള ശുഷ്കാന്തിയിലാണ് അവൾ. വാവ്, കട്ടേ. അപ്പം ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ വാടർമല്ലി ഉണ്ടോ, 2 കളറിൽ വാടർമല്ലി കണ്ടോ. നല്ല വാടർമല്ലിൻ്റെ കളറും ഒന്നുണ്ടോ, ഒരു പിങ്ക് കളറ് കണ്ടോ. അപൂർവമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശ്രീനി പറയുന്ന അവൻ്റെ പശുവിന് എടുക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് ഞാനിതാ പശുവിനെ ദൂരേന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തുനിന്ന് എടുത്താൽ ചിലപ്പോൾ തല്ലിട്ടിയാലോ വെച്ചിട്ടാണേ. അറിയില്ല. അതാ ആ വലിയൊരു മരം കണ്ടില്ലേ, അതാ ഇഞ്ചത്താളി, ഇഞ്ചമരാണ് അത്രേ. അതിന്റെ മരത്തിന്റെ പേരെന്താ? ഇഞ്ചത്താളിയല്ലേ കിണറുണ്ടാവുക. ഇങ്ങനെ പറമ്പിനോട് ചേർന്നിട്ട് കിണറുണ്ടാവും. അതൊക്കെ മൂടിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ നോക്കാൻ പോണില്ല, കാരണം ഞാൻ അതിലേക്ക് വീണോയാലോ. കാട്ടിക്കൂടുള്ള യാത്രയാണ് മക്കളെ. ഇത് ഞങ്ങൾ കാട് എന്ന് പറഞ്ഞിട്ട് ജോഷ്ന മിസ്സിന് കാടല്ല അത്രേ. പോക്ക് കണ്ടാ വിചാരിക്കും വേറെ ഏതോ സൂപ്പർ പ്ലേസിലേക്ക് പോവുകയാണ്. ഇവിടെ കവുങ്ങിൻ്റെ കൃഷിത്തോട്ടമാണ് കേട്ടോ. കുറച്ചിങ്ങനെ ഇറങ്ങി കവുങ്ങിൻ്റെ തോട്ടമാണ്, മൊത്തം കവുങ്ങാണ്. ചെറിയ രീതിയിൽ കഴിക്കണ ചെറിയ തയ്യാൻ തോന്നുന്നുണ്ട്, എല്ലാം കഴിക്കണതാന്ന് തോന്നുന്നു. എൻ്റെ സൈഡ് അപ്പുറപ്പുറമൊക്കെ അപ്പുറത്തെ പെരുങ്കാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നേ എത്തേണ്ട അടുത്ത് എത്തിയിരിക്കുകയാണ്. ഉണ്ടോ, നല്ലൊരു തോടാണ് കേട്ടോ. ഒരു കൈവഴിയുണ്ട്, ഒരു ചെറിയ പാലമുണ്ട്. ഈ തോടിൻ്റെ പേരെന്തെങ്കിലും ഉണ്ടോ? കോട്ടോലപ്പേരോ? കോട്ടോലത്തോട്. വെള്ളം കൊള്ളാം. കാട്ടിലിടയ്ക്ക് നല്ല പുല്ല് നിറഞ്ഞൊരു ഏരിയ ഉണ്ട് കേട്ടോ. നല്ല കരിമ്പൻ തോട്ടം. ഇവിടെ അടുത്ത് നമ്മള് അവസാനത്തെ റീച്ചാവൂലേ. ദൈവമേക്ക് അങ്ങനത്തെ റീച്ചൊന്നും ആവശ്യമില്ല. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇതൊരു മാലിന്യ സംസ്കരണ കേന്ദ്രം അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. കൂടുതൽ വിനീതയ്ക്ക് അറിയാമായിരിക്കും. അവർ സ്റ്റേ ചെയ്തു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഇതാക്കിയിട്ട് അവരിതിന് കൊടുത്തു. എന്താ, ഹരിതകർമ്മസേനേൻ്റെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. അങ്ങനെ തിരിച്ചുള്ള വരവാണ് കേട്ടോ ഇത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഓക്കേ, അപ്പോൾ നിങ്ങളുടെ തിരുവാലി യാത്ര എങ്ങനെയുണ്ട്? കമൻറ്റും ഷെയറും മറക്കല്ലോ കേട്ടോ. ഓക്കെ.